ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിൽ മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമൽ, കുറച്ചു മുൻപാണ് ഈ വിവരം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായത് ഉൾപ്പെടെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ? ശരണ്യ, ഇടുക്കി ആനച്ചാലിൽ ഏകദേശം ഒരു 3 മണിക്കൂർ സമയമായി ഈ ആകാശ ഭക്ഷണശാലയിൽ 5ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിൽ മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ 2 കുട്ടികൾ, അതായത് 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളും ഒപ്പം ഇവരുടെ രക്ഷിതാവും ഒരു ജീവനക്കാരനുമാണ് ഉള്ളത് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഹൈഡ്രോളിക് സംവിധാനത്തിനുണ്ടായ ചില തകരാറാണ് ഇത്തരത്തിൽ ഇവർ ഇതിൽ കിടക്കാനുള്ള ഒരു സാഹചര്യത്തിന് കാരണം എന്ന സംശയത്തിലുമാണ് നിലവിലുള്ളത്. ഇവരെ താഴേക്കിറക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏകദേശം ഒരു 120 അടി ഉയരത്തിലാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. വലിയ ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ പോലും സമയമെടുത്തുകൊണ്ട് ഇവരെ വളരെ സുരക്ഷിതമായി താഴേക്കിറക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നിലവിൽ ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് അടക്കം എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇവിടെ ഈ ഒരു കമ്പനിയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കമ്പനിയുടെ ഈ സ്കൈ ഡൈനിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട് മുന്നേ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത്തരത്തിൽ പരിശോധനകളിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് അടക്കം പോകേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഈ 5 പേരെയും സുരക്ഷിതമായി താഴെ ഇറക്കുവാനുള്ള പരിശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിദഗ്ധൻ നിലവിൽ ഇപ്പോൾ ഈ സ്കൈ ഡൈനിങ്ങിന്റെ മുകളിലേക്ക് നിലവിൽ റോപ്പ് ഉപയോഗിച്ച് കയറിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവരെ വളരെ സുരക്ഷിതമായി തന്നെ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് 5 പേരെയും താഴെ ഇറക്കുവാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. വളരെ സമയമെടുത്തു മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കാരണം എത്ര സമയമെടുത്താലും സുരക്ഷിതമായി തന്നെ ഇവരെ താഴേക്ക് ഇറക്കുക എന്ന രീതിയിലാണ് ഇവരുടെ ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ 5 പേരെയും ഈ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴെ ഇറക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ പ്ലാൻ ഓഫ് ആക്ഷനും നിലവിൽ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും നേതൃത്വത്തിൽ ഈ ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏകദേശം 16ഓളം പേർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്ന സ്കൈ ഡൈനിങ് സംവിധാനമാണ്. അതിൽ 5 പേരാണ്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരി ഉൾപ്പെടെ 5 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറം സ്വദേശികളാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ആനച്ചാലിലെ മുൻ പഞ്ചായത്ത് മെമ്പർ സാബു ചേരുന്നുണ്ട്. സാബു, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അവിടുന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തൊക്കെ സംവിധാനങ്ങളിലൂടെയാണ് അവരെ ഇപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്? 5 പേരാണ് ഉണ്ടായിരുന്നത് ഈ വിനോദസഞ്ചാരികള്. അതിൽ നിന്നും കണ്ണൂരിൽ നിന്നുള്ള ഒരു കുടുംബമാണെന്നാണ് അറിയാൻ പറ്റുക. അതിൽ നിന്ന് ഒരു പെൺകുട്ടീനെ ഇപ്പം ഇവിടെ താഴെ ഇറക്കിയിട്ടുണ്ട്. ഈ വടം മുഖാന്തരം ഇറക്കിയിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കാം. വടം മുഖാന്തരം ഒരാളെ അതിൽ നിന്നും പുറത്ത് താഴെ എത്തിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ താഴെ എത്തിച്ചിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഒരു പെൺകുട്ടിയെ താഴെ ഇപ്പം ഫയർഫോഴ്സ് താഴെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കയറിൽ താഴെ ഇറക്കിയിട്ടുണ്ട്. അതിനിപ്പോ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വീണ്ടും വടംവഴി കയറി ഇവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെ ഈ വടംവഴി താഴത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പേടിക്കുന്നതായ മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. സാബു, ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും വല വിരിച്ചുള്ള ശ്രമങ്ങൾ അടക്കം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഉണ്ട്. അടിയിൽ വല വിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൽ നിന്ന് ഉണ്ടായിരുന്ന 5 പേരിൽ ഒരു പെൺകുട്ടിയെ താഴെ എത്തിച്ചിട്ടുണ്ട് വടംവഴി. ശരി, ഇപ്പോൾ നമുക്ക് എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് സാബുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒരു പെൺകുട്ടിയെ, കുടുങ്ങിക്കിടന്ന ഒരു പെൺകുട്ടിയെ ഇപ്പോൾ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ കേരള പോലീസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം, അല്ലേ? അതെ അതെ. ഇപ്പം ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നിലവിൽ ഇവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ടുണ്ട്.
ശരി, ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിലാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നത്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിലാണ് മലപ്പുറം സ്വദേശികളായിരിക്കുന്നവർ കുടുങ്ങിയിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണെന്നാണ് സംശയം. 2 കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് കുടുങ്ങിയിരിക്കുന്നത്. അമൽനാഥ് ചേരുന്നുണ്ട്. അമൽനാഥ്, ഇപ്പോൾ നമുക്ക് അവിടെയുള്ള പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നല്ല ഇടപെടൽ ഉണ്ടാവുന്നു, ഒരാളെ താഴേക്ക് ഇറക്കി എന്നതടക്കമുള്ള വിവരങ്ങളാണ്. ശരണ്യ, തീർച്ചയായും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പോലീസും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി ഇവരെ താഴെ ഇറക്കുവാനുള്ള ശ്രമത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ അടക്കം താഴേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ ഈ സ്കൈ ഡൈനിങ് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഇവർ 5 പേരും ഇവിടെ കുടുങ്ങിക്കിടന്ന ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സുമായി ഈ ഒരു വിവരം ഇവർ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് ഈ ഒരു സംഭവം അറിഞ്ഞ് ഇവരെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഫയർഫോഴ്സിന്റെ ആവശ്യം ഇല്ല എന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ടെക്നീഷ്യന്മാരെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ ഒരു പ്രശ്നപരിഹാരം നടത്തി അവരെ താഴെ ഇറക്കുവാനുള്ള ശ്രമം ഇവർ തുടങ്ങുകയായിരുന്നു. ഈ ഫയർഫോഴ്സിന് ഈ വിവരം ലഭിക്കാൻ വളരെ വൈകിയാണ് ഫയർഫോഴ്സിന് ഈ വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തി അവർ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ലാഡർ ഉപയോഗിച്ചൊന്നും ഇറക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. വളരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വടം ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് ഇറക്കുവാനുള്ള ഒരു ശ്രമത്തിന് തയ്യാറാവുകയായിരുന്നു. ഇതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച ആൾ ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോവുകയും അവിടെ നിന്ന് ഈ കുട്ടികളെ അടക്കം വളരെ സേഫായ രീതിയിൽ തന്നെ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ ആശങ്കയിൽ തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 120 അടി ഉയരത്തിലാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 2.5 മണിക്കൂറിന് മുകളിൽ അല്ലെങ്കിൽ 3 മണിക്കൂറോളമായി ഈ 5 പേരും ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളടക്കം ഈ കുടുങ്ങിക്കിടക്കുന്ന ഇതിൽ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. കാരണം ഇത്ര ഉയരത്തിൽ ഇവർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന ചൂട് ഇതൊക്കെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള നിഗമനങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിരുന്നു. എങ്കിലും ഇത്തരത്തിൽ അധികം വൈകിപ്പിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ശ്രമങ്ങൾ അതിന്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ചെറിയ കുട്ടികളെ ആദ്യം തന്നെ താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിച്ചു എന്നത് വലിയ ആശ്വാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ സ്കൈ ഡൈനിങ് സംവിധാനം പ്രവർത്തിക്കുവാനുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന ഒരു കാര്യം കൂടി നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ തന്നെ ഏകദേശം ഒരു മാസത്തിന് മുകളിലായി സ്കൈ ഡൈനിങ് സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതും പരിശോധനകൾ നടന്ന് അന്വേഷണങ്ങൾ നടന്ന് ഇത് കൃത്യമായി ബോധ്യപ്പെട്ടാൽ ഇത് അടച്ചുപൂട്ടുവാനുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വലിയ ആശ്വാസം നൽകുന്നതാണ്. ഇവരെ സുരക്ഷിതമായി താഴെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഈ ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരെ 5 പേരെയും താഴേക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കും. ആദ്യഘട്ടത്തിൽ കുട്ടികളെയാണ് താഴേക്ക് ഇറക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ബാക്കിയുള്ളവരെയും താഴേക്ക് ഇറക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണ്യ.